അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പറയാനുള്ളത് എന്തിലേക്കാണ് ഇവർ ക്ഷണിക്കുന്നത്? സംഗീതം അല്ലെങ്കിൽ ഡാൻസ് ഇങ്ങനെയുള്ള വിഷയം. ഇതിൽ ഈ 2-3 ദിവസമായിട്ടുള്ള ഈ പറഞ്ഞ TV ചർച്ചകളിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് നടക്കുന്ന മീമുകളിലും ട്രോളുകളിലൊക്കെ ഇസ്ലാമിനെ കുറിച്ചിട്ടും മുസ്ലിമീങ്ങളെ കുറിച്ചും വളരെ അപകീർത്തിപ്പെടുത്തുന്ന താരങ്ങളും രീതിയിലുള്ള കമന്റുകളൊക്കെ കാണുണ്ടായി. അപ്പോൾ ആളുകൾക്ക് എന്താണ് നമ്മൾ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതാണ് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമത്, നമ്മൾ മുസ്ലിമീങ്ങൾ ഒരിക്കലും കലക്കെതിരല്ല. ഒരു രീതിയിലുള്ള കലാരൂപങ്ങൾക്ക് മുസ്ലിങ്ങളെതിരല്ല. അതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അതിന് മധ്യകാല അറബികളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടുള്ള വാസനകൾ കാണിക്കുന്ന ആളുകൾക്ക് കിഴിക്കണക്കിന് സ്വർണങ്ങൾ കൊടുത്തിരുന്ന മുസ്ലിം രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളുടെ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം പ്രത്യേകിച്ച് കവിതകളായിക്കോട്ടെ പാട്ടുകളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുസ്ലിങ്ങളെതിരല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള എന്തിനാ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ഒരു മനുഷ്യന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഉദ്ദേശത്തിൽ നിന്ന് നമ്മളെ ഭിന്നിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് സംഗീതമായിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, വേറെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. കാരണം നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും ദിക്റിലായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഇവര് കുട്ടി ഘോഷിക്കുന്ന സംഗീതത്തിന്റെ വിഷയം, ബാക്കിയുള്ള വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ചിട്ടുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുന്നതാണ്. പ്രത്യേകിച്ച് സെക്ഷുവലായിട്ടും അതല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ വേറെയുള്ള വൾഗറായിട്ടുള്ള കാര്യങ്ങൾ, ഡ്രഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറയുന്ന, അതിനെ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രം കാര്യങ്ങൾ കാണുന്ന രീതിയിൽ, അത് ജനങ്ങളെ സബ് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ജനങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഈ സംഗീതത്തിലും ബാക്കി കാര്യങ്ങളിലും ഉള്ളത്. അപ്പൊ അതാണ് ഇവര് നമുക്ക് ഇട്ട് തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും? അത് പൂർണ്ണമായിട്ടും നമ്മുടെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിന് വലച്ചിൽ വരുത്തും. ചില ആൾക്കാർ പറയാറുണ്ട് നമുക്ക് സംഗീതം കേൾക്കുമ്പോൾ സമാധാനം കിട്ടും എന്നുള്ളത്. യഥാർത്ഥത്തില് സമാധാനം എവിടുന്ന കിട്ടുക? മറ്റുള്ള സമാധാനങ്ങൾ, ഇപ്പൊ സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്, ആ കുറച്ച് നേരത്തേക്ക് മാത്രം. അപ്പൊ നമ്മൾ അതിന് അടുത്തത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പ്ലേലിസ്റ്റ് കഴിയുമ്പോൾ അടുത്ത പ്ലേലിസ്റ്റിലേക്ക് പോകുന്നു, ഒരു പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാട്ടിലേക്ക് പോകുന്നു, ഈ അവസ്ഥയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ സമാധാനം എവിടുന്ന കിട്ടുക? അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നാണ് കിട്ടുക, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിൽ നിന്നാണ് കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സ്മരണകൾ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനം അടയുക. അപ്പൊ അതാണ് യഥാർത്ഥ സമാധാനത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള സമാധാനങ്ങളെ മൊത്തം, അല്ലെങ്കിൽ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ മൊത്തം തടയുക എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഇവരിപ്പോ കാര്യമായിട്ട് ഈ വിഷയത്തിൽ, ഇപ്പോ സൂംബ ഡാൻസിന്റെ കാര്യത്തിലും ബാക്കി കാര്യത്തിലും ഇത് ആളുകളെ ലഹരിയിൽ നിന്നും മറ്റും തടയുമെന്നാണ് ഇവർ പറയുന്നത്. ഇവര് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സിഗരറ്റ് ബാക്കിയുള്ള വിഷയങ്ങളാണല്ലോ. ലാഹിറായിട്ട് പുറമേക്ക് സിഗരറ്റും അതേപോലെ തന്നെ വേറെ കഞ്ചാവ് അടക്കമുള്ള പല ലഹരികളും ഉപയോഗിക്കുന്ന ആളുകളുടെ ഫോട്ടോ ഇവരുടെ സ്വന്തം പാർട്ടി ഓഫീസിൽ വെച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരിക്കെതിരെയും അതേപോലെ തന്നെ സംസാരിച്ചിട്ടുള്ള മെമ്പറുകളും മറ്റതും ഒക്കെ ഇവര് നിശാ പാർട്ടികൾക്ക് വേണ്ടിയിട്ടും വേറെയുള്ള വൾഗർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ചരിത്രമുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം പരിപാടികളിലൂടെ, സംഗീതത്തിലൂടെയും ബാക്കി കാര്യങ്ങളിലൂടെയും ഡാൻസിലൂടെ ഒക്കെ എന്ത് ചെയ്യാന്ന് ഈ പറഞ്ഞ ആളുകളെ ഇതിൽ നിന്ന് മാറ്റിക്കളയാം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്റൻഷനിൽ തന്നെ പ്രശ്നമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജുനൈദ് ഖാൻ.